We are discussing our second chapter, Introduction to DBMS. DBMS means Database Management System. Database means here in this database there is some data. What is data? Data means sometimes your name, your address, your marks, etc. These are some datas. So using this data, we want to organize this data and transform it into a meaningful information. Information is the most important aspect in one's life, from a child to an old man. Everyone needs information. It is essential to provide a structure to data, which can be achieved with the help of a database. So what is database? Database is an organized collection of data. It helps to enter, manage, and analyze a large amount of information quickly and efficiently. In our early days, you can see people's record data. അതായത് നമ്മളെ പ്രാചീന മനുഷ്യർ ഡാറ്റാസ് കല്ലുകളിലോ അല്ലെങ്കിൽ ചുമരുകളിലോ ഒക്കെയാണ് എഴുതപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ താളിയോലകളിലാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഡാറ്റാസ് ശേഖരിച്ച് വെച്ചിരുന്നത്. അത് പിന്നീട് ഈജിപ്തിലെ പിരമിഡുകളിലൊക്കെ രേഖകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ പല രേഖകൾ എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നീടാണ് നമുക്ക് പേപ്പറുകൾ വന്നു. ആ പേപ്പറിലാണ് പിന്നീട് ഡാറ്റാസ് ശേഖരിച്ച് വെക്കാൻ തുടങ്ങിയത്. പിന്നീട് പ്രിൻറ്റേഴ്സ് വന്നു. പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻ്റ് ഔട്ടുകൾ എടുത്ത് പേപ്പറുകളിൽ നമ്മൾ ഡാറ്റാസ് സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. അതായത് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലൈബ്രറി എടുക്കുകയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബുക്കുകളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ വേണം. അവരുടെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഇനി അതേപോലെ ആ ബുക്ക് എടുക്കാൻ വരുന്ന ആളുകളുടെ രജിസ്റ്റർ ചെയ്യാനൊരു രജിസ്റ്റർ വേണം. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള രജിസ്റ്ററുകളിൽ നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ ഈ ഫയൽസൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും പേപ്പർ നഷ്ടപ്പെട്ടു പോയാലും ഡാറ്റ അപ്പോൾ പിന്നീടാണ് നമ്മൾ വീണ്ടും ഈ ഡാറ്റയെക്കുറിച്ച് കൂടുതലായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അടുത്തത് നമുക്ക് കമ്പ്യൂട്ടറുകളൊക്കെ വന്നതോടെ നമുക്ക് എല്ലാ ഡാറ്റാസും കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കാൻ സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ ഡാറ്റ നമ്മൾ ശേഖരിച്ച് വെക്കുമ്പോൾ അത് നഷ്ടപ്പെടാതെ നമുക്ക് എത്ര കാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് നമ്മളിന്ന് എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ എവിടെയും ഏത് സ്ഥാപനത്തിലായാലും ഇന്ന് കമ്പ്യൂട്ടറിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം, കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം, ഓഫീസുകളിൽ ഫീസിൻ്റെ രേഖപ്പെടുത്തണം. അപ്പോൾ കുറേ രജിസ്റ്ററുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ രജിസ്റ്ററുകളിലെയും ഡാറ്റാസ് നമ്മളെങ്ങനെയാണ് ഓരോ ടേബിളിൻ്റെ രൂപത്തിലാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ടേബിൾസ് എന്ന് പറഞ്ഞാൽ റോസ് ആൻഡ് കോളംസിൽ ഡാറ്റാസ് ശേഖരിച്ച് വെച്ചുകൊണ്ട് പിന്നെ കുറേ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ടേബിൾസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ ക്ലാസ്സിൽ കുട്ടിയുടെ പേരുണ്ടാകും, ക്ലാസ് രജിസ്റ്ററിൽ കുട്ടിയുടെ പേര്. അപ്പോൾ അതിനൊരു നമ്മൾ അടുത്ത ടേബിളിൽ ആ കുട്ടിയുടെ ആയിട്ട് കണക്ഷൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ റോൾ നമ്പർ ഉപയോഗിക്കും. അങ്ങനെ എത്ര ടേബിൾസ് ഉണ്ടോ ആ ഓരോ ടേബിളിനെയും നമ്മൾ കണക്ട് ചെയ്യും. ഒരു ഉദാഹരണം, നമ്മൾ സ്കൂളിൽ ഒരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്മിഷൻ നമ്പറാണ് ഉപയോഗിക്കുക. ആ അഡ്മിഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയുടെ പേര്, അഡ്രസ്സൊക്കെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഫീസ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മളവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അഡ്മിഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാസിനെ നമുക്ക് ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് വീണ്ടെടുക്കാനും ഒരു കറക്റ്റ് ഇൻഫർമേഷൻസ് തരാനും ഈ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഡാറ്റയെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ മാനുവലായിട്ട് നമുക്ക് പല ഡീറ്റെയിൽസും നമുക്ക് പെട്ടെന്ന് കറക്റ്റായിട്ടുള്ള മീനിങ് ഫുൾ ഇൻഫർമേഷൻ നൽകില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റാബേസ് വി ആർ യൂസിങ് ഡാറ്റാബേസ്
ചാൻസസ് ഓഫ് കമ്മിറ്റിംഗ് എറേഴ്സ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എനേബിൾസ് അസ് ടു ക്രിയേറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ ആൻഡ് എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം എ ഡാറ്റാബേസ്. ഇസ് അവർ time and energy. The main function of DBMS is to provide the users with efficient and reliable methods of data retrieval. The chances of errors keeping into the it reduces the errors creeping into the database to great extent. Therefore, data handling using DBMS becomes fast and efficient. Advantages of DBMS. First one, to reduce data redundancy and inconsistency. A DBMS helps in controlling data redundancy, which in turn minimizes data inconsistency. അതായത് നമുക്ക് വെൻ ഡാറ്റ ഈസ് ഡ്യൂപ്ലിക്കേറ്റഡ് അൺനെസറലി ആകുമ്പോഴാണ് നമുക്ക് ഡാറ്റ റിഡൻഡൻസ് വരിക. അത് വേറാസ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മൾട്ടിപ്പിൾ മിസ്മാച്ചിങ് കോപ്പീസ് ഓഫ് ദ സെയിം ഡാറ്റ. അതായത് ഒരേ ഡാറ്റയുടെ കുറേ മിസ്മാച്ചിങ് കോപ്പീസൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡാറ്റ ഇൻകൺസിസ്റ്റൻസി വരുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് DBMS, the data is stored in one location and is accessible to all the application program, thus reducing both cost and space. അപ്പോൾ ഡാറ്റ ഒരു പ്രത്യേക ലൊക്കേഷനിൽ മാത്രം സ്റ്റോർ ചെയ്തതുകൊണ്ടും അത് വേഗത്തിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ആൻഡ് മെമ്മറി സ്പേസ്. Integrity can be improved. Second point, integrity can be improved. Since data of an organization using database approach is centralized, would be data used by number of users at a time. It is essential to enforce integrity constraints. You can use a same time we can use a number of persons can use the same data and do the tasks. It is essential to enforce integrity constraints. Next, database can ensure data security. It provides security to sensitive data by performing authorization, checks and enforcing selective access to users. That is, data security can be by performing authorization checks. Backup and recovery management. These are procedures which are used in protecting a database against data loss and the process of reconstructing the data in case a disk crash occurs. So there is a well set up backup is there. So reconstruction of the data is data in case a disk crash occurs. Data is protected. It will not harm the data. Next, data sorting. A collection of data is useless until it is managed in an organized way. A DBMS sorts the data in a particular order, which makes information retrieval very fast. So it is arranged in an orderly arrangement is done in database management systems, so that information retrieval becomes very fast. Next, data retrieving. By using an efficient DBMS, you can instantly retrieve any data from the database. Consider an example of bank. Whenever you use your debit card or credit card ATM, it provides you the details of your account within seconds. So a DBMS not only helps in storing large amount of data, but also helps in quick retrieval of the same. So these are the advantages of DBMS.
advantages of DBMS to reduce data redundancy and inconsistency. Integrity can be improved. Database can ensure data security, backup and recovery management, data sorting, data retrieving. These are the advantages of DBMS. So we will continue next. Thank you.